ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഈ ചുമന്ന പയർ വെച്ച് നല്ലൊരു കുഴഞ്ഞ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മൂത്തതായിട്ടാണ് പയർ ഇപ്പോൾ പറിച്ചെടുത്തത്. അത് നമ്മൾ പൊളിക്കുമ്പോൾ ഇതുപോലെ നല്ല വലിയ പയർമണികളായിരിക്കും. മൂത്ത പയറാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുഴഞ്ഞ കറി ഉണ്ടാക്കാം. ഇത് മൂക്കുന്നതിന് മുമ്പിലാണെങ്കിൽ നമുക്ക് ഒടിച്ച് മെഴുക്ക് പുരട്ടി വെക്കാം. നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. നമ്മുടെ പയർ നമ്മൾ പൊളിച്ചെടുത്തിട്ട് ഒരു ഉപ്പിട്ടിട്ട് ഒരു വിസിലടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പൊളിച്ചെടുത്ത പയറായതുകൊണ്ട് ഒരുപാട് സമയം വേണ്ട ആവശ്യമില്ല. ഒരു വിസിലടിച്ചിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു കടയിലോട്ട് 2 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ തക്കാളിയാണ് അല്ലെങ്കിൽ വലിയ തക്കാളിയാണ് നമ്മൾ പകുതി എടുത്താൽ മതി. ഒരു 2 പച്ചമുളക്, ഒരു വലിയ സവോള, ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് എടുക്കാം. ഇതൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മുടെ പയർ അധികം പച്ചപ്പയറല്ലേ, അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് ചെറിയ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഉള്ളിയും പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം. സവോളയും പച്ചമുളകും ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിൽ മസാല ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് എരിവ് വേണ്ടിയവരാണെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർത്ത് 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം. ഒന്ന് ഇളക്കി പച്ചമണം മാറിയിട്ട് നമുക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് പയറിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് പയർ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കണം. മീറ്റ് മസാല ഉള്ളവരാണെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഗരം മസാലയൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാല തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഗരം മസാല ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ആവശ്യത്തിൽ നമ്മൾ ആദ്യം പയർ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടാണ് വേവിപ്പിച്ചത്. അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി എടുക്കാം. നമ്മുടെ പയറുകറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ചെറിയൊരു ഗ്രേവിയോട് കൂടി ഇരിക്കുന്നതായിരിക്കും കഴിക്കാനും നല്ലത്. നമുക്ക് നല്ലൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ പയറുകറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ കമൻറ്റൊക്കെ അറിയിക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.